Welcome to Flavors of Thailand. പാത്തം ചേടി എന്നുള്ള ഈ മനോഹരമായ ബ്യൂട്ടിഫുൾ സ്തൂപ കോംപ്ലക്സ് കണ്ടില്ല, അതിൻ്റെ ചുറ്റുമുള്ള കേവ് പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതിൻ്റെ ചുറ്റും ബുദ്ധ ഇമേജസ് വെച്ചിട്ടുണ്ട്. ഓരോന്നിനും ഓരോ കാര്യമുണ്ട്. ബുദ്ധൻ്റെ പല രൂപങ്ങൾ, പല ഭാവങ്ങൾ, അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഓരോരോ ഇൻസിഡൻസ് ആണ് അതിൽ കാണിച്ചിരിക്കുന്നത്. ഇത്രയും വലിയ സ്ട്രക്ചർ, അതിന് ചുറ്റുമുള്ള ക്ഷേത്രം, ഇതെല്ലാം തന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിൽ ഒരു 6ാമത്തെ സ്ഥാനമാണ് ഈ ക്ഷേത്രത്തിനുള്ളത്. ബുദ്ധ ടെമ്പിൾസിൽ 6th പൊസിഷനാണ്. ഭയങ്കര ഒരു സ്റ്റാറ്റസ് ഉള്ളൊരു ക്ഷേത്രമാണിത്. ഭയങ്കരമായ പുണ്യ സ്ഥലമായിട്ടാണ് ഇത് കണക്കാക്കുന്നത്. ഈ സ്ഥലത്തിൻ്റെ പ്രാധാന്യം പോലും ഈ ഒരു ക്ഷേത്രം കൊണ്ടും ഈ സ്തൂപം കൊണ്ടുമാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ നാഖോം പാത്തോം എന്ന് പറയുന്ന ഈ ഒരു സാധാരണ ഒരു പട്ടണമാണ്. അതിന് ഇപ്പോൾ ഭയങ്കര പ്രാധാന്യം എന്ന് പറയുന്നത് പാത്തം ചേടി എന്ന് പറയുന്ന ഈ ബ്യൂട്ടിഫുൾ അട്രാക്ഷനാണ്. ഈ വലിയ സ്തൂപ ചേടി 127 മീറ്റേഴ്സ് ഹൈറ്റ്, ലോകത്തിലെ തന്നെ നീളം കൂടിയ ബുദ്ധിസ്റ്റ് മോണുമെൻറ്റ്സിലൊന്നാണ് പാത്തം ചേടി. ഇവിടെ തന്നെ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു ഭാഗത്തായിട്ട് ഒരു സ്റ്റാൻഡിങ് ബുദ്ധയുണ്ട്. അതിൻ്റെ ഉള്ളിലാണത്. ബുദ്ധ മോൺടോൺ എന്ന പേരുള്ള സ്റ്റാൻഡിങ് ബുദ്ധയാണിത്. ബുദ്ധ മോൺടോൺ സ്റ്റാൻഡിങ് ബുദ്ധ 15.8 മീറ്റർ ഹൈറ്റ്. ഇതൊരു സ്റ്റാൻഡിങ് ബുദ്ധയാണ്. 15 മീറ്ററിനോളം പൊക്കമുള്ള സ്റ്റാൻഡിങ് ബുദ്ധ. ഇതും വളരെ ഫേമസ് ആണ്. രാമ 6ാമൻ്റെ ഭൗതിക അവശിഷ്ടങ്ങൾ, അദ്ദേഹത്തിൻ്റെ ആഷസ് ഇതിൻ്റെ താഴെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ബേസിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇത് ഈ ക്ഷേത്രത്തിലെ സ്റ്റാൻഡിങ് ബുദ്ധയുടെ സ്റ്റാച്ചു ആണ്. അതും ഗോൾഡൻ കവേർഡ്. ഇവിടുത്തെ എല്ലാ ബുദ്ധന്മാരും ഗോൾഡാണ്. ബുദ്ധക്ഷേത്രങ്ങളെല്ലാം പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, കാല് പുറകിലേക്ക് വെച്ചേ ഇരിക്കാൻ പാടുള്ളൂ. ടോസ് ഒരിക്കലും ബുദ്ധൻ്റെ ഭാഗത്തേക്ക് പോയിന്റ് ചെയ്യാൻ പാടില്ല. തല കുമ്പിട്ട് ഈ ഒരു പോസ്റ്ററിലാണ് എല്ലാവരും ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്. പാത്തം ചേടി എന്നുള്ള ബ്യൂട്ടിഫുൾ ടെമ്പിൾ കോംപ്ലക്സ്, ചേടി ആൻഡ് ബുദ്ധ ടെമ്പിൾ, അതിൻ്റെ ചുറ്റും ഇങ്ങനെ നടന്നു പോകും. ഈ ക്ഷേത്രത്തിനോട് ചേർന്നൊരു മ്യൂസിയവും കൂടിയുണ്ട്. അത് തൊട്ട് പിന്നിലായിട്ട് ആ മ്യൂസിയം കാണാം. എല്ലാം ഒരു പഗോഡ സ്റ്റൈലിൽ ബ്യൂട്ടിഫുൾ കൺസ്ട്രക്ഷൻസ് ആണ്. നോക്കൂ, വാട്ട് പാത്തോം ചേടി മ്യൂസിയം. ഇതിനകത്താണ് മ്യൂസിയമായിട്ട് സൂക്ഷിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്.
പാത്തം ചേരി എന്നുള്ള ഈ ബ്യൂട്ടിഫുൾ സ്തൂപ ഒരു ഭയങ്കര വലിയ മോണ്യുമെൻ്റാണിത്. ലോകത്തിലെ തന്നെ വൺ ഓഫ് ദ ടോളസ്റ്റ് ബുദ്ധിസ്റ്റ് മോണ്യുമെൻറ്റ്. പാത്തം ചേരിയിലെ വിശേഷങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞു. ഇത് വന്നിരിക്കേണ്ട സ്ഥലമാണ്. ബാങ്കോക്കിൽ വന്നു കഴിഞ്ഞാൽ തായ്ലൻഡിൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ്. ഈ നാക്കും പാത്തോമിൽ വന്നു കഴിഞ്ഞാൽ ഈ ചേടി കൂടാണ്ട് ഇവിടുത്തെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഫുഡ് സ്പെഷ്യാലിറ്റി, ഇവിടെ ബാംബൂവിനകത്ത് വെച്ച് വേവിച്ച് ചുട്ടെടുക്കുന്ന സ്റ്റിക്കി റൈസ് ആൻഡ് കോക്കനട്ട് ചേർന്നൊരു റൈസാണ്. അതാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി. ഇത് കണ്ടില്ലേ, ബാംബൂവിനകത്ത് വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഇലയിൽ പൊതിഞ്ഞ് സ്റ്റിക്കി റൈസും ഇതും വെച്ചിട്ട് 100 എന്നാണ് അതിൻ്റെ വില പറഞ്ഞത്. എന്താണ് സംഭവം നോക്കട്ടെ, മുറിച്ച് കാണിക്കും. ഇവിടുത്തെ സ്പെഷ്യാലിറ്റിയാണ് ഈ ഭാഗത്തിൻ്റെ ഈ ബാംബൂവിനകത്ത് വേവിച്ച സ്റ്റിക്കി റൈസ് ആൻഡ് കോക്കനട്ട്. യെസ്, ഓപ്പൺ ബാംബൂ സ്റ്റിക്കിനകത്ത്. This is sticky rice. This is coconut. What is this? Black sugar, palm sugar. Okay, sweet. Spoon. ഇതിങ്ങനെയാണ് ഇരിക്കുന്നത്. എന്താണ് സംഭവം നോക്കട്ടെ. ഇത് സ്റ്റിക്കി റൈസ്, കോക്കനട്ട്, ഇത് ഷുഗർ എന്ന് പറഞ്ഞു. ബ്ലാക്ക് കളർ, നമ്മുടെ കിസ്മിസ് മാതിരി എനിക്ക് തോന്നി കണ്ടപ്പോൾ പെട്ടെന്ന്. മധുരം അല്ല, പീസാണ്, പീസ്. ഇതിനെ ഇങ്ങനെ എടുത്തിട്ട് വെരി ഗുഡ്. പായസം മാതിരി ഉണ്ട്, നമ്മുടെ അരിപ്പായസം വയ്ക്കില്ലേ നമ്മൾ, അത് മാതിരി ഇരിക്കണം. നല്ല മധുരം, വെരി ടേസ്റ്റി. കൊള്ളാം കേട്ടോ. 2 100, ഒന്നിന് 50, ദാറ്റ് ഈസ് 100 രൂപ. ഇത് കണ്ടല്ലോ എങ്ങനെയാണ് സ്റ്റിക്കി റൈസും. അതിനകത്ത് ഇത് ബീനാണ്, ബ്ലാക്ക് ബീൻ, നമ്മുടെ സോയാബീൻ മാതിരി, അല്ലെങ്കിൽ നമ്മുടെ പെരുമ്പയർ പോലത്തെ ഒരു കാര്യം. അതിൻ്റെ കൂടെ കോക്കനട്ട്, തേങ്ങയുണ്ട്, തേങ്ങാപ്പാലുണ്ട്, പാം ഷുഗറുണ്ട്, എല്ലാം കൂടി ചേർത്തത്. ബാംബൂവിനകത്ത് ഫില്ല് ചെയ്തിട്ട് ചുട്ടെടുക്കുന്നതാണ്. ഇതാണ് ഈ സ്ഥലത്തിൻ്റെ ഒരു സ്പെഷ്യൽ ഫുഡ്. അപ്പോൾ ഇവിടെ മാത്രമാണ് കിട്ടുന്നത്. വേറൊരു സാധനം അവർ കാണിക്കുന്നത്, ഇതെല്ലാം ഈ പാം ഇലയാണ്. ഇത് ഒരു തരം പാം ഇലയാണ്. അതിനകത്ത് ഇങ്ങനെ തുറന്നാൽ ഇതിനകത്ത പലഹാരം, അതും ചുട്ടെടുക്കുന്നതാണ്. ഇതേ കണ്ടില്ലേ, ഇതിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഇതിങ്ങനെ വരും. ഇതും സ്റ്റിക്കി റൈസിലുണ്ടാക്കുന്ന ഒരു പലഹാരമാണ്. കോക്കനട്ട്, തേങ്ങയും ഭയങ്കര സ്വാദം. ഇത് തേങ്ങയും സ്റ്റിക്കി റൈസും മധുരവും കൂടി ചേർത്ത് ഇവരിങ്ങനെ നമ്മുടെ ഇലയപ്പം മാതിരി, ഇലയടയൊക്കെ പോലെ ചുട്ടെടുക്കുന്നതാണ്. ഭയങ്കര സ്വാദം. ഇതല്ലേ ഓരോ സ്ഥലത്തിൻ്റെ പ്രത്യേകത. ഇപ്പോൾ തായ്ലൻഡിൻ്റെ എല്ലാ ഭാഗത്തും കിട്ടില്ല. ഇത് ഇവിടെ ഇവിടെയുള്ള എല്ലാ കടകളിലും, ഈ മാർക്കറ്റ് ഏരിയയിലുള്ള എല്ലാ കടകളിലും ഇത് വാങ്ങാൻ കിട്ടും. വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട്.
ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് തായ് സ്പെഷ്യൽ പട്ട് തായ് ഷ്രിംപ്. ഓക്കെ, കൊഞ്ച് വെച്ചിട്ടുള്ള പട്ട് തായ് ആണ് തായ്ലാൻഡ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു നൂഡിൽ. അപ്പോൾ അതിന് ഗ്ലാസ് നൂഡിൽ ഇങ്ങനെ കണ്ടല്ലോ, അത് വേവിച്ചതല്ല, ഇറ്റ്സ് നോട്ട് കുക്ക്ഡ്, പക്ഷേ ഇത് പെട്ടെന്ന് വേകുന്നതാണ് ഗ്ലാസ് നൂഡിൽ. പിന്നെ ഇതിനകത്ത് ചേർക്കുന്ന മറ്റ് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ബീൻസ് സ്പ്രൗട്ടുണ്ട്, പിന്നെ അത് സ്പ്രിങ് ഒണിയനുണ്ട്, ഓക്കെ, ഷ്രിംപ്സ് ഉണ്ടാകും, പിന്നെ ബാക്കി കാര്യങ്ങൾ. അപ്പോൾ ആദ്യം ഇച്ചിരി എണ്ണ, സം ഓയിൽ, ഓക്കെ, ആദ്യം എണ്ണ, പിന്നെ ഷ്രിംപ്സ് ആദ്യം ഇടുന്നു. ഇതെല്ലാം ഒരു പോർഷൻ അല്ലെങ്കിൽ 2 പോർഷൻ, അതിൽ കൂടുതൽ ചെയ്യുന്നില്ല. അപ്പോൾ ഏതനുസരിച്ചിട്ടാണ് കാണേണ്ടത്. ഒരു പോർഷന് വേണ്ടിയിട്ട് ഒരു 3 ഷ്രിംപ്സ്, 3 വലിയ കൊഞ്ചിടുന്നു. യെസ്, എണ്ണയിലിട്ട് ആദ്യം ഒന്ന് വഴറ്റുന്നത്. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ കൊഞ്ച് വെന്ത് കിട്ടും. യെസ്, ഇതിനകത്തേക്ക് ഒരു മുട്ട, അതിൻ്റെ കൂടെ ഒരു മുട്ട ചേർക്കുന്നു. ഓക്കെ, മുട്ട ചേർത്തു, ചെറുതായി ഒന്ന് സ്ക്രാമ്പിൾ ചെയ്യുന്നു. ആ ഗ്ലാസ് നൂഡിൽസ് ഇത് റിബൺ സ്റ്റൈലിലാണ്, കണ്ടില്ലേ, നല്ല രസമുണ്ട് കാണാനായിട്ട്. കുറച്ച് വെള്ളം ഒഴിക്കുന്നു. കുറച്ച് ചില്ലി ഓയിൽ ഒഴിക്കുന്നു. അതിന് സീസണിങ് ഓയിൽ എന്ന് പറഞ്ഞിട്ടാണ് കുപ്പിയിൽ വാങ്ങാൻ കിട്ടുന്നത് ഇവിടെ. കുറച്ച് ചില്ലി ഓയിൽ, ചില്ലി സോസ്, കുറച്ച് ചില്ലി സോസ്, this is ടൊമാറ്റോ സോസ്, കുറച്ച് ടൊമാറ്റോ സോസ്, അത് കുറച്ചുകൂടെ കൂടുതൽ ഒഴിക്കുന്നു. ഇനി കുറച്ച് സോയാ സോസ്, കുറച്ച് പഞ്ചസാര, ഷുഗർ, അതും കുറച്ച് കൂടുതൽ ഇടുന്നുണ്ട്. കുറച്ച് കൂടുതൽ അജിനോമോട്ടോയും ചേർക്കും. ഏകദേശം എല്ലാ കാര്യങ്ങളുമായി മിക്സിങ്. ആ നൂഡിൽസ് പെട്ടെന്ന് തന്നെ വേകും. അതിനാണ് ഒരല്പം വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ പട്ട് തായ് ഈസി ആയിട്ട് നടക്കുകയാണ്. ഇനി അതിനകത്തേക്ക് ഇത്രയായല്ലോ, നൂഡിൽസ് വെന്തു. ഇനി ബീൻസ് സ്പ്രൗട്ട്സും സ്പ്രിങ് ഓണിയൻ ആയിരിക്കും നീളത്തിൽ. ഓക്കെ, അതും കൂടി അതിനകത്തേക്ക് ഇടുന്നു. ഫാസ്റ്റായിട്ട് ഇളക്കി. പെട്ടെന്ന് തന്നെ വേഗം, കാര്യം ഇതിങ്ങനെ വേകാറായിരിക്കും. ഈ നൂഡിൽ വേകുന്നതിന് സമയമെടുക്കില്ല, കാര്യം അതിനാണ് ആദ്യം ഇച്ചിരി വെള്ളം ഒഴിച്ചു. അതിനകത്തേക്ക് ആ നൂഡിൽ പിന്നെ എന്തൊക്കെ ഇട്ടു, ഷ്രിംപ്സ് ആദ്യം ഇട്ടു, ഇച്ചിരി എണ്ണ ഒഴിച്ചു, അത് കഴിഞ്ഞ് നൂഡിലിട്ടു, പിന്നെ അതിനകത്തേക്ക് ഇട്ട കാര്യങ്ങളെല്ലാം കണ്ടല്ലോ. സോസസ്, സോയാ സോസ്, ചില്ലി സോസ്, ടൊമാറ്റോ സോസ്, പഞ്ചസാര, അജിനോമോട്ട എല്ലാം ചേർത്തു, മുട്ട ചേർത്തു. യെസ്, ഫിനിഷ്ഡ്. സ്പ്രൗട്ട്സും എന്താ പറയുക, സ്പ്രിങ് ഓണിയൻ ആയിരിക്കും. ഇത്രയാണ്. ഓക്കെ, ഫൈൻ, നൈസ്. പട്ട് തായ് ഷ്രിംപ്സ്. പട്ട് തായ് ഷ്രിംപ്, പട്ട് തായ് ചിക്കൻ ആണെങ്കിൽ ഷ്രിമ്പിന് പകരം, കൊഞ്ചിന് പകരം ചിക്കൻ ഇടും. അത്രയും എളുപ്പം കാര്യങ്ങൾ. ഓക്കെ, ഇനി ഇത് പ്ലേറ്റിലേക്ക് മാറ്റും. അപ്പോൾ തായ് കുക്കിംഗ് എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ എല്ലാവർക്കും അല്ലേ? എളുപ്പമാണെന്ന് മനസ്സിലായി, സ്വാദാണെന്ന് മനസ്സിലായി. യെസ്, ഒരു നാരങ്ങയും കൂടി വെച്ചിട്ടാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. അങ്ങനെ പട്ട് തായ് ഷ്രിംപ്.
അതും തായ്ലാൻഡിൻ്റെ സ്പെഷ്യാലിറ്റിയാണ്. ഈ ഗ്ലാസ് നൂഡിലും അതിനകത്തേക്ക് നല്ല ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് നൂഡിലാണിത്. അതിൻ്റെ കൂടെ ഷ്രിമ്പ് വെച്ചിട്ടുണ്ട്, പട്ടായി, അതല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ, ഇങ്ങനെ മാറി മാറി വരും. പട്ടായിക്ക് ഒരു ചെറിയൊരു സ്വീറ്റ്നെസ് കൂടുതലാണ്, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഭയങ്കര ടേസ്റ്റാണ്. വെരി നൈസ്. വെരി ടേസ്റ്റി. പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സ്വാദാണ് തായ് വിഭവങ്ങൾക്ക്. ഞാൻ വെറുതെ പറയുന്നതല്ല, ഒത്തൻറ്റിക് തായ് ഡിഷസ് കഴിക്കണം. ഒരുപക്ഷെ നാട്ടിൽ കിട്ടുന്ന തായ് ചിലപ്പോൾ ഒത്തൻറ്റിക് ആവണമെന്നില്ല, തായ്ലൻഡിൽ തന്നെ വരണം. തായ്ലൻഡിൻ്റെ ഏത് മുക്കിലും മൂലയിലും പോയാലും, ഏത് മുക്കിലും മൂലയിലും പോയാലും, നുക്ക് ആൻഡ് കോർണറിൽ ചെന്നാലും നമുക്ക് തായ് ഡിഷസ് ഒത്തൻറ്റിക് കിട്ടും. സ്ട്രീറ്റ് ഫുഡ്സാണ് ഏറ്റവും നല്ല, അല്ലെങ്കിൽ ഫുഡ് കോർട്ട്സിൽ നിന്ന് വാങ്ങിക്കുക. പിന്നെ ഇതുപോലുള്ള റെസ്റ്റോറൻറ്റ്സ്, ഹോം മെയ്ഡ് പോലെ, ഇത് സ്ത്രീകൾ നടത്തുന്ന സ്ഥാപനങ്ങളാണ്. അപ്പോൾ അവർ വീട്ടിൽ ചെയ്യുന്ന അതേ മെത്തേഡിൽ തന്നെ ആയിരിക്കും ചെയ്യുന്നത്, ഹോം മെയ്ഡ് ഫുഡ് പോലെ. തീർച്ചയായിട്ടും എന്ത് പറഞ്ഞാലും പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ തായ് ഫുഡ് ഭക്ഷിച്ചിരിക്കണം. സ്വാദം നോക്കി ടോമിയം സൂപ്പ് നിർബന്ധമായിട്ടും, പിന്നെ പട്ടായി എന്ന് പറയുന്ന നൂഡിൽ കഴിച്ചിരിക്കണം, തായ് ഫ്രൈഡ് റൈസ് കഴിക്കണം, ബേസിൽ ലീവ്സ് വെച്ചിട്ടുള്ള ചിക്കൻ്റെ ഡിഷസ് കഴിക്കണം. പിന്നെ ഇവർക്ക് ധാരാളമായിട്ട് പോക്കിൻ്റെ വിഭവങ്ങളുണ്ട്, പോക്ക് കഴിക്കുന്നവർ അതും കഴിക്കാം. പിന്നെ സീ ഫുഡ് ഇഷ്ടം പോലെ ഉണ്ട്, ക്രാബ്, അത് ഇതെന്നൊക്കെ പറഞ്ഞാൽ ഇഷ്ടംപോലെ, ലോബ്സ്റ്റേഴ്സ്, പ്രോൺ, സ്ക്വിഡ്, കണവ, കൊഞ്ച്, ധാരാളം. ഇതെല്ലാം സ്വാദ് നോക്കണം. അപ്പോൾ തായ്ലൻഡിലേക്കുള്ള യാത്രയിൽ ഫുഡ് ഒരു പ്രധാന അജണ്ട ആയിരിക്കണം. തീർച്ചയായിട്ടും വരണം, ഇതെല്ലാം കണ്ട് സ്വാദ് നോക്കി മനസ്സിലാക്കണം. അങ്ങനെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ തായ്ലാൻഡിൻ്റെ വിശേഷങ്ങളാണ് കണ്ടുകൊണ്ടിരുന്നത്. നമ്മളുടെ ഫ്ലേവേഴ്സ് ഓഫ് തായ്ലൻഡ്. അപ്പോൾ ഇന്ത്യ മഹാരാജ്യം പോലെ തന്നെ തായ്ലൻഡും ഒരു കൺട്രിയാണ്, ഒരു രാജ്യമാണ്. അതിൻ്റെ വ്യത്യസ്തമായ ഭാവങ്ങളും അവരുടെ കൾച്ചറും അവരുടെ ഭക്ഷണ സംസ്കാരവും ഒക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തായാലും അതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് ബാങ്കോക്കിലും പട്ടായയിലും നമ്മൾ കണ്ടത്. അപ്പോൾ വളരെ രസകരമായ ദിവസങ്ങളായിരുന്നു. വളരെ കുറച്ച് ദിവസം കൊണ്ടാണെങ്കിലും ഞാൻ ഒരുപാട് കാഴ്ചകൾ കണ്ടു, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി. എന്താണ് തായ് ഫ്ലേവർ എന്നുള്ള കാര്യത്തിനെക്കുറിച്ച് കൂടുതൽ ഒരു ഗ്രാഹ്യം എനിക്കും ഉണ്ടായിട്ടുണ്ട്. ഒരു പക്ഷേ പ്രേക്ഷകരായ നിങ്ങൾക്കും അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ സാധിച്ചിട്ടുണ്ടെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. എന്താണ് തായ്ലാൻഡിൻ്റെ കൾച്ചർ? വ്യത്യസ്തമായ കൾച്ചറാണ് ഓരോ സ്ഥലത്തും. അപ്പോൾ പട്ടായയുടെ കൾച്ചർ എന്താണ്, ബാങ്കോക്ക് എന്നുള്ള സിറ്റിയുടെ കൾച്ചർ എന്താണ്, ആ ഒരു ക്യാപിറ്റലിൻ്റെ. അപ്പോൾ എല്ലാം വളരെ വ്യത്യസ്ത ഭാവങ്ങളായിരുന്നു. ഭക്ഷണം എങ്ങോട്ട് തിരിഞ്ഞാലും ഫ്ലേവേഴ്സാണ്. വളരെ സ്വാദോടുകൂടിയ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരുപാട് പലഹാരങ്ങളും ഒരുപാട് വിഭവങ്ങളുമൊക്കെ ആയിട്ട് തായ് ക്യുസീൻ എന്ന് പറയുന്നത് ഒരു ശേഖരം തന്നെയാണ്. നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനെക്കാട്ടിലും ഒരുപാട് കാര്യങ്ങൾ അവർക്കുണ്ട്. ഒരു പക്ഷേ കേരളത്തിന് സ്വന്തമായിട്ട് അല്ലെങ്കിൽ ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഒരുപാട് വ്യത്യസ്തമായ വിഭവങ്ങളുണ്ടെന്ന് പറയുന്ന പോലെ തായ്ലൻഡിലെ ജനങ്ങൾക്കും തായ് ജനതയ്ക്കും അവർക്ക് സ്വന്തമെന്ന് അവകാശപ്പെടാനായിട്ട് ധാരാളം ഭക്ഷണ കാര്യങ്ങളുണ്ട്, ഒരുപാട് ഫ്ലേവേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ കാഴ്ചകളും അവരുടെ ബാക്കി വിശേഷങ്ങളും അവരുടെ ജീവിത രീതിയുമൊക്കെ ഒരു
അല്പമെങ്കിലും നിങ്ങളിലേക്ക് എനിക്ക് പകർന്നു തരാൻ സാധിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ഇന്ന് രാത്രി ഞാൻ തിരിച്ചു പോവുകയാണ്. അപ്പോൾ കൂടുതൽ കാഴ്ചകളുമായി വീണ്ടും കാണാം. അതുവരെ